ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 98-ാമത്തെ സങ്കീർത്തനം, കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ളതാണ്. യഹോവയുടെ ഭരണത്തെക്കുറിച്ചും ദൈവത്തെ രാജാവായി അംഗീകരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചുമാണ് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ ആരംഭവും അവസാനവുമെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊരു വസന്തകാല ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലേക്കാണ്. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളും പുതിയ ഭരണക്രമവും വിജയവുമെല്ലാം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ നിരന്തരം അനുസ്മരിക്കുന്നു. രാജാവിന്റെ സ്ഥാനാരോഹണത്തില് എന്നതുപോലെ കാഹളമൂതിയാണ് കർത്താവ് പ്രത്യക്ഷനാകുന്നത് എന്നുള്ള ചിന്ത വളരെ ശക്തമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള അനുഗ്രഹങ്ങളെ വിവരിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മളോട് ആവശ്യപ്പെട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കണമെന്നും കർത്താവിനെ നിരന്തരം അവിടുത്തെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നും സങ്കീർത്തകൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വരവിലൂടെ ലോകത്തിന് സാധ്യമാകുവാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ സൂചനയായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് കരുതാം. എല്ലാ ജനതകളും ചേർന്ന് ദൈവരാജ്യത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പണിപ്പെടുകയാണ്. ഈശോയിലൂടെ ലോകത്തിന് സാധ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഈശോയാണ് രാജാവ്. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് കർത്താവിന്റെ ആ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഓരോ ദിവസവും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ രണ്ടാം വരവിനെ കൂടി നമുക്ക് ധ്യാനിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.